ഉണ്ട് നോക്കാലേ ഇത്. ഉണ്ടല്ലോ അതല്ലേ. ഉണ്ട് വലുതാ. എന്നാലും വിചാരിച്ച കണക്കൊന്നുമില്ല. എന്നാലും വലുതും കളയണ്ട. കണ്ടില്ലേ ഇത്ര ഉണ്ട് വലുതാ. കണ്ടില്ലേ കാണുന്നുണ്ടോ? മോശമില്ല. ഇല്ല അത്രയും നമ്മൾ പണിയെടുത്തിട്ടു. പിന്നെ അടിയിൽ ചേരിയല്ല, അതിന് വളമൊന്നുമില്ല, അധികം മണ്ണുമില്ല. അത്രയെല്ലാം കിട്ടിയില്ല. അതാ കണ്ടില്ലേ ഒരു കറി വെക്കാനായില്ലേ. ഒന്നും കൂടെ എടുത്ത് നോക്കാമല്ലേ. ഈ ചാക്ക എടുത്തിട്ടുള്ളത് ചാക്ക അത്ര മോശമായിട്ടില്ല. മറ്റേതെല്ലാം ചാക്ക പൊടിഞ്ഞു പോയിന്. ഇത് നോക്കട്ടെ, എല്ലാം തൈയായി പോയിനിത്. കുറേ തൈകളായിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ വലിച്ചിട്ടു. ഇതാണ് തൈയായി പോയിന്. അതുണ്ടോ നോക്കാം നമുക്ക്. ഉണ്ട് നിറയെ ഉണ്ടിനി. അതാ ചെറുതത്രേ. നമ്മൾ ചാക്കെല്ലാം ചെറിയതല്ലേ, അത്രയായില്ലേ. ഇട്ട വളമല്ലേ ഉണ്ട്. ഇത്രയും കിട്ടിയതാണല്ലേ. പോരെ, നമ്മൾ എത്രയല്ലേ ഇതിന് പണി എടുത്തിട്ടതാ. ഉണ്ടല്ലേ. കണ്ടാ നിങ്ങളും വെച്ചിട്ടാ. ഇത് കണ്ടില്ല ഇപ്പോൾ എല്ലാവരും. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അത് നടുമ്പോൾ എല്ലാം കാണിച്ചു തന്നിട്ട് എന്താ മണ്ണെന്നെ ശരിക്കും ഇട്ടിട്ടില്ല. അതിനെന്താ ഇത്രയും കിട്ടിയില്ലേ നമുക്ക്. ഒരു കപ്പ് പൊങ്ങാൻ കിട്ടിയില്ലേ. പൂച്ചക്കുട്ടനെ എന്താ എണ്ണ എടുക്കാൻ വന്നേ എന്നല്ലേ. രണ്ടെണ്ണമാണ് ഇപ്പം വെച്ചത്. അത് ഇങ്ങനെ നട്ടത് കണ്ടില്ലേ. അതുപോലെ അപ്പം ഇത് മതിയല്ലേ. മോശമായിട്ടല്ല വളമെടുപ്പ്. വണ്ണമുണ്ട്, നിങ്ങളും വെച്ചിട്ടില്ല. ആ ചാക്കൽ അത്രയല്ലേ സ്ഥലമല്ലോ ഇല്ലു. അന്ന് വെറുതെ നമ്മൾ ഒന്ന് കുഴിച്ചിട്ടാലേ അത്രയെങ്കിലും കിട്ടിയില്ലേ. ഒന്നും കൂടെ പൊരിച്ച് നോക്കാം. കണ്ടില്ലേ രണ്ടെണ്ണത്തുനിന്ന് കിട്ടിയതായത്. അടിയിൽ നമ്മൾ ഒന്നും ഇട്ടിട്ട് ഏതാണ്ടല്ലേ ഈ ചേരിപ്പാണ്ടെല്ലാം വാരി ഇട്ടിട്ട് അന്നേരം എനിക്ക് ഇത് നടുന്ന സമയത്ത് ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല. ഇങ്ങനെ വെറുതെ അങ്ങനെ നട്ടതാണ്. കണ്ടില്ലേ എല്ലാവരും ഇത് കാണ്. മൂന്നാമത്തെ ചാക്ക് തേനെടുത്തിടും. കണ്ടില്ലേ എല്ലാം പോയി. മോശം ചാക്കൊന്നുമില്ല. കണ്ടില്ലേ എന്നുണ്ടോ എന്ന് അറിയില്ല. നോക്കാം നമുക്കിതും. കണ്ടില്ലേ ഇനി ഞാനിങ്ങോട്ട് എടുത്തിട്ട് നോക്കട്ടെ. വീടെല്ലാം വൃത്തിയാക്കി നമുക്ക് ഇപ്പം നട്ടതെടുത്ത് ഇവിടെ കൊണ്ടൊക്കെ എല്ലാം തീർത്ത് വന്നിട്ടുണ്ടല്ലോ. അതെടുത്ത് ഇവിടെ കൊണ്ടൊക്കെ എന്താ പുറത്തെടുത്ത് വെച്ചു. എന്നിട്ടൊന്ന് സംശയമാണെങ്കിൽ മണ്ണൊന്നും ഇല്ലല്ലോ. മണ്ണില്ലാത്തതുകൊണ്ട് ഉണ്ടോയെന്നും പറയാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി. അപ്പോൾ ഇതാ എൻ്റെ അമ്മ ഇതാ ഇതല്ലേ കിട്ടി. ഇതൊക്കെ കുറവാണ്. എന്താ ഒരു എൻ്റെ അമ്മ ഉണ്ട് ഇല്ലയെന്ന് വെച്ചിട്ട് മോശമില്ല അല്ലേ. കഴിഞ്ഞു തോന്നുന്നു. ഇതെല്ലാം നമുക്ക് വാരിയിട്ട് ഇങ്ങോട്ട് ചാക്കൽ നിറക്കാം. ഇരക്കച്ചായറുണ്ട്. ഇതല്ലേ മണങ്ങാനാന്നില്ല. ഇത്രയും തൈയും കിട്ടിയില്ലേ. ഇതെല്ലാം നമുക്ക് തൈ ആയില്ലേ. ഇല്ല ഇതെല്ലാം നമുക്ക് നടാനായില്ലേ. ഇനി നമുക്ക് തയ്യാക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാം. ഇത് ഈ കണ്ടയുണ്ടല്ലോ, ഇത് ഇവിടുന്ന് കൊത്തിയിട്ട് ഇവിടുന്ന് മുറിച്ചിട്ട് നമുക്കിങ്ങനെ ചാലായിട്ട് നട്ടാൽ
അടുത്ത പോലെ നമുക്ക് ഇങ്ങനെ തൈ ഒരുപാട് തൈ ഇട്ട് ഇത് ഇടുന്ന് കുത്തിയിട്ട് ഇത് നടാനും എടുക്കുക. അങ്ങനെ നടാൻ നമുക്കിത് കൊത്തിയാണെങ്കിൽ ചാലായിട്ടേ ഇട്ടാൽ മതി. നമുക്കൊരുപാട് വിത്ത് കിട്ടുമായിരുന്നു. നമുക്കെല്ലാം നശിച്ചു പോയതല്ലേ. ഈ സാധനം കൂടെ തിന്നും. ഇതെല്ലാം തിന്നിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല ഈ മുള്ളൻപന്നി. കണ്ടില്ലേ ഇതാ, ഇത് നമുക്കങ്ങനെ നടാം. ചാക്കിൽ നട്ടിട്ട് കിട്ടിയെങ്കിലായില്ലേ. ഇത്രയും തൈ കിട്ടിയില്ലേ നമുക്ക്. കിഴങ്ങ് നമുക്ക് വേണ്ടുന്ന കിഴങ്ങും കിട്ടിയില്ല. ഇപ്പോൾ സ്ഥലമെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം ഇന്ന് ചെയ്യായതെല്ലാം ഇതെല്ലാം എടുത്തിവിടെ വൃത്തിയാക്കി കൊണ്ടൊക്കെ മറ്റേ നട്ടതെല്ലാം ആടുന്ന് വാതിക്കുന്ന വൃത്തിയാവുമല്ലോ. ഇതിപ്പോൾ അടുത്ത് നട്ടതാണ്. കണ്ടില്ലേ ഈ കൂട്ടിയിൽ ഒരു ചാക്കിൽ തന്ന് നട്ടത് കണ്ടില്ലേ. ഇതാ നോക്കിയാൽ മോശമുണ്ടാ. വയ്യാത്ത നമ്മ വീട്ടിൽ ചെയ്തതാണ് ഇതെല്ലാം. കണ്ടില്ലേ എത്ര സന്തോഷമുണ്ട് നമുക്ക് കാണുമ്പോൾ. ഒരുപാട് സന്തോഷമായില്ലേ. ഈ വേഗം കളിച്ചതാണ് ഞാൻ മുള്ളൻപന്നിക്ക് കൊടുക്കാമെങ്കിലേ വെച്ചിട്ട്. ഇല്ലത് കളയണ്ട. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് കീറ ചാക്കാന്ന്, നല്ല ചാക്കും കൂടിയല്ല, എല്ലാം കൊണ്ട് നട്ടിന്. ഇതുപോലെ വൃത്തിയിലൊന്നും നട്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ നട്ടതാണ്. ഇതെല്ലാം ഇനി അടുത്ത് അവിടെ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടല്ലേ. ഇങ്ങനെ ഓരോന്ന് നട്ട് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ ഉണ്ടല്ലേ. എല്ലാം ഞാൻ നടാൻ വേണ്ടി എല്ലാം ആക്കുന്നതാണ്. ഓരോ ആളും ഇതെല്ലാം കണ്ടിട്ട് ഇതുപോലെ ചെയ്യാൻ നോക്കണം കേട്ടോ. അതാ നമുക്ക് പീടിയിൽ പോയിട്ട് വാങ്ങണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം, ഇത്ര നല്ല സാധനം കിട്ടും നമുക്ക്. കണ്ടില്ലേ എൻ്റെ കുഞ്ഞുമക്കളെ വീട് ഉണ്ട്. അതാ വീട് കെട്ടിയിട്ട് കളിക്കുന്നതാ. രണ്ടാളും ഇവിടെ എത്തി. നമ്മളെ വിളവെടുപ്പ് കഴിഞ്ഞു. പുതിയ കൃഷി തുടങ്ങി. എന്താ വിളവെടുത്ത ഇവിടെയാണ് അതുണ്ടായിന്. അവിടെ പുതിയ കൃഷി കണ്ടില്ലേ. ഇതുപോലെ ഒന്നിലെങ്കിലും നട്ടിട്ട് ഇതുപോലെ നമുക്ക് നല്ല നല്ല സാധനം തിന്നാം. കണ്ടില്ലേ ഇതൊരു കൂട്ടാണ്ട്. ഇതിപ്പോൾ അടുത്ത് നട്ടാണ്. നീലിയ നിറയെ എന്തെങ്കിലും വാരിയിടും. എന്നാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കൂട്ടയെന്നത് കണ്ടല്ലേ. പഴയ കൂട്ട, കീറിയ കൂട്ട കണ്ടില്ലേ, ചാടുന്ന കൂട്ട. നല്ല ഉഷാറായിട്ട് ഇനിയൊരു കുറേ നിറച്ച് മണ്ണെല്ലാം വാരിയിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ നിറയെ നമുക്ക് കിഴങ്ങുകളൊക്കെ. ഇതെല്ലാം കണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്ക്. കണ്ടില്ലേ ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരാളും ചെയ്താൽ കണ്ടില്ലേ താള് അതിൻ്റെ വിത്തുമായി പോള നമുക്ക് അരിഞ്ഞെടുക്കുക. കറി വെക്കാൻ എന്താ കളയണമെന്നില്ല. ചെറിയ പോളയല്ലേ. ചേമ്പും തണ്ട് എല്ലാം കറി വെക്കുക. വിത്തുമായി കുറേ കണ്ടില്ലേ. ഇവിടെയെല്ലാം നട്ടിട്ടുണ്ട്. ഇതെല്ലാം പന്നിക്കായിരിക്കും. എന്താ അന്ന് നട്ടത് ഇതാണ്ട് തീർത്ത് വന്നിട്ട്. പിന്നെ അത്രേ വേണ്ടു. താളിനെല്ലാം അത്രേ വേണ്ടു. ചേമ്പിന് പെട്ടെന്നാവും. ഒരുപാട് പണിയൊന്നും എടുക്കണ്ട അമ്മ. ഇനി കുറച്ച് നീക്കിയിട്ട് എന്തെങ്കിലും വളമിട്ടാടെ മൂടിയാൽ എന്തെങ്കിലും ചെയ്യണം. ഇപ്പം എനിക്ക് ഓല മറ്റേ കൊത്തിയിട്ടേ. പക്ഷെ ചേമ്പ് കുറേ ഉണ്ട് അവിടെ. എൻ്റെ എല്ലാം മുരട്ടം ഇട്ട് കൊടുത്താൽ മാന്തുവോ നോക്കാം നമുക്ക്. അതെല്ലാം ചെയ്ത് നോക്കാം. വെറുതെ നിന്നാൽ നമുക്ക് എല്ലാം പോവില്ലേ. ഉണ്ടല്ലേ. കുറച്ചും കൂടി ഉണ്ട്. ഇത് നമുക്ക് പിന്നെ വിളവെടുക്കാം. ഇതുണ്ട് നോക്കാം. ഇന്നലെ വന്നിട്ടില്ല മുള്ളൻപന്നി. ഇന്നലെ എത്തിയിട്ടില്ല. ഇന്നലെ മാന്തി നോക്കാൻ വന്നായിരിക്കും. കേങ്ങായോ ഇവിടെ കണ്ടോ. നമ്മൾ വാഴയെല്ലാം അന്ന് മരം പൊട്ടി മാവ് പൊട്ടി വീണിട്ട് മാവിൻ്റെ കൊമ്പ് പൊട്ടി വീണിട്ട് എല്ലാം പോയിട്ട് ഇതാ കൊലക്കലായി ഉണ്ടല്ലോ. ഇവിടെ നിറയെ ഉണ്ടായതല്ലേ. എല്ലാം പൊട്ടി വീണിട്ട് ആദ്യം അതിൻ്റെ കന്ന് വരില്ലേ ഉണ്ടല്ലേ. നല്ല കൊല വന്നു. നല്ല കൊല കൂടെ കണ്ടില്ലേ. സോദരി വാഴയാണ്. ഇതുപോലെ നമ്മളങ്ങനെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പറ്റുന്നത് ഒരുപാട് വലിയ കൃഷിയൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വയ്യാത്ത ഞാൻ ചെയ്യുന്ന കൃഷിയാണ് കാണിച്ചു തരുന്നത്. കണ്ടില്ലേ. അല്ല നമുക്ക് വീട്ടിലെ ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയിട്ടല്ല. 10 പൈസ പോലും ഞാൻ ചിലവാക്കിയിട്ട് അതിനൊന്നും. കണ്ടില്ലേ. ഒരു ഗ്രോ ബാഗ് വേറെ വാങ്ങില്ല. ഇല്ല ചാക്കിലും പാത്രത്തിലെല്ലാം നട്ടിട്ട് ഉണ്ടാക്കുന്നതാണിത്. കണ്ടില്ലേ. നമ്മൾ റംബൂട്ടാനുണ്ട് ഇവിടെ വളരുന്ന. മഞ്ഞളുണ്ട് അവിടെ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ ഇന്ന് മതിയാക്കി നാളെ തുടങ്ങാം.